അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ ഫസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദ വസദഖ വഅദ വനസറ അബ്ദ വഅസ്സ ജുന്ദ വഹസമൽ അഹ്സാബ വഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്നെ കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ബലി പെരുന്നാൾ ആശംസകൾ അർപ്പിക്കുകയാണ്. സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഒരാഘോഷമാണ് ഈദുൽ അദ്ഹ അഥവാ ബലി പെരുന്നാൾ. ഒരിക്കലും ഇസ്ലാമിൻ്റെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് മതോന്മത്തരായി പരിശുദ്ധമായ ശരീഅത്തിനെ കൊഞ്ഞനം കുത്തുന്ന നിലയിലുള്ള ഒരാഘോഷമല്ല ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഈ രണ്ട് ആഘോഷങ്ങളുടെയും മുന്നിലുള്ള ഒരു വലിയ സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന ആ ആഘോഷം അല്ലാഹു നമുക്ക് നൽകിയത് നോമ്പ് എന്ന പുണ്യമായ ഇബാദത്തിനു ശേഷമാണ്. ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാൾ എന്ന ഈ ആഘോഷം അല്ലാഹു നമുക്ക് നൽകിയത് പരിശുദ്ധമായ ഹജ്ജ് എന്ന ഒരു കർമ്മത്തിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് രണ്ട് ഇബാദത്തുകൾക്ക് ശേഷം അല്ലാഹു തആല ഈ രണ്ട് ആഘോഷം നമുക്ക് നൽകിയത്? അത് ആരാധനയിൽ പെട്ടതാണ്, ആരാധനയുടെ ഭാഗമാണ്, ഒരു വിശ്രമമാണ്, ഒരു ഇബാദത്ത് കഴിഞ്ഞുള്ള ഒരു മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഒരു റിലാക്സാണ്, ഒരു ആഘോഷമാണ് ഈ ആഘോഷം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് എന്ന ഒരു വലിയ സന്ദേശമാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നമുക്കറിയാം, ഹജ്ജിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ടാണ് ബലിപെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുക. ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും സുപ്രധാനമായ 3 അമലുകൾ: 1 ജംറകളിലുള്ള കല്ലേറാൻ, 2 അവർ ബലി നിർവഹിക്കലാണ്, 3-മത്തേത് അവരുടെ തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യലാണ്. ഈ 3 പുണ്യപ്രവൃത്തി ഹാജിമാർ നിർവഹിക്കുമ്പോൾ നാം മനസ്സിലാക്കാനുള്ളത്, അവരുടെ ജീവിതത്തിൽ ജംറയിലുള്ള കല്ലേറ് കൃത്യമായും ശൈത്താനിയത്തിനെതിരെയുള്ള അഥവാ ഒരു മനുഷ്യനിൽ അന്തർലീനമായ ശൈത്താനിയത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തെ സൂചിപ്പിക്കുകയാണ്. 2-മത് അവർ ബലി നിർവഹിക്കുന്നതിലൂടെ മനുഷ്യനിൽ അന്തർലീനമായ ഹയവാനീയത്ത് അഥവാ മൃഗീയതയോടുള്ള ഏറ്റവും വലിയ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. 3-മത്തെ മുടി കളയുന്നതിലൂടെ, തലമുണ്ടനം ചെയ്യുന്നതിലൂടെ അവർ ലോകത്ത് അവരുടെ ജീവിതത്തിൽ ഈ ഭൗതികമായ ലോകത്ത് അവരിലുണ്ടാകുന്ന നഫ്സാനിയത്ത് അഥവാ ശാരീരിക ഇച്ഛയോടുള്ള പോരാട്ടമാണ്. ബലിപെരുന്നാളിൻ്റെ ഈ ഏറ്റവും സുപ്രധാനമായ അമലുകളിലൂടെ ഒരു മനുഷ്യനെ തിന്മകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ശൈത്താനിയത്തും അഥവാ പൈശാചികതയും അതുപോലെ തന്നെ മൃഗത്തെ അറുത്തു കൊടുക്കുന്നതിലൂടെ ഹയവാനിയത്ത് അഥവാ മൃഗീയതയോടും
മൂന്നാമത്തെ നഫ്സാനിയത്ത് അഥവാ ശാരീരികമായ മോഹങ്ങളോടുള്ള പോരാട്ടവുമാണ്. ഇത് മൂന്നും കൃത്യമായ നിലയിൽ ഒരു മനുഷ്യൻ പാലിക്കുമ്പോഴാണ് അവൻ്റെ ആഘോഷമാവുക. ഇതിന് വിരുദ്ധമായി എന്തൊക്കെ ഇന്ന് കാണുന്ന ആഘോഷങ്ങളുണ്ടോ അതൊന്നും ആഘോഷമല്ല, അത് ഇസ്ലാമിക വിരുദ്ധമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നാം ആദ്യം പറഞ്ഞ ഷൈത്താനിയത്ത് എന്ന് പറയുന്ന ജംറയിലെ കല്ലേറ് ഇന്ന് വളരെ അപഹാസ്യമായി നാസ്തികവാദികൾ, നിരീശ്വരവാദികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ നശിപ്പിക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്തത് എന്തെല്ലാം സംവിധാനങ്ങൾ അള്ളാഹുവിനുണ്ടായിരുന്നു. പക്ഷെ ആ സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അള്ളാഹു താല തെരഞ്ഞെടുത്തത് വഅംതർനാ അലൈഹിം ഹിജാറത്തൻ മിൻ സിജ്ജീൽ. സൂറത്തുൽ ഹിജ്ർ പരിശോധിക്കുക. ആകാശലോകത്ത് നിന്ന് കല്ലുമഴ പെയ്യിപ്പിച്ചുകൊണ്ടാണ് ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയെ അള്ളാഹു താല നശിപ്പിച്ചത്. കഅബാലയത്തെ നശിപ്പിക്കാൻ വേണ്ടി വന്ന കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആന, ആ ആനപ്പടയുമായി വന്ന അബ്രഹത്തിനെ അള്ളാഹു താല നശിപ്പിക്കാൻ ലോകത്തെ ഭൂമിയിലെ ഏറ്റവും ചെറിയ പക്ഷികളാകുന്ന ചെറിയ ചെറിയ കുരുവിക്കൂട്ടങ്ങൾ, പൈഞ്ഞാക്കിളികളിലൂടെ അവർ ആ ജീവികളുടെ കാലിലൂടെ ചുട്ടുപടുത്ത ചെറിയ ചെറിയ ചരൽക്കല്ലുകൾ കൊണ്ടാണ് അള്ളാഹു താല പരീക്ഷിച്ചത്, അവരെ ശിക്ഷിച്ചത്. നമുക്കറിയാം, 3 ജംറകളിൽ, ജംറത്തുൽ ഊലയിലും ജംറത്തുൽ വുസ്തയിലും ജംറത്തുൽ ഉഖബയിലും നമ്മൾ അറിയുന്നതിലൂടെ ഏറ്റവും വലിയ ശൈത്വാനിയത്തിനെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ആട്ടി ഓടിക്കുകയാണ്. ശത്രുക്കൾ 3 നമുക്കറിയാം, ശരീരയിച്ച, ദുനിയാവ്, അതുപോലെ തന്നെ ശൈത്താനിയത്ത്. ഇതൊക്കെ മനുഷ്യന്റെ ശത്രുക്കളാണ്. അതുപോലെ അള്ളാഹുവിന്റെ ശത്രുക്കളായി ത്രിയേകത്വം കൊണ്ടുവന്നു, ത്രിമൂർത്തികൾ വന്നു. ലോകത്ത് ഈ ശത്രുക്കളെ 3 ജംറകളിലൂടെ ആട്ടി ഓടിക്കുന്നു എന്ന് പറയുന്നത് പ്രതീകാത്മകമായി അള്ളാഹുവിന്റെ ശത്രുക്കളെ, ശരീഅത്തിന്റെ ശത്രുക്കളെ, ദീനിന്റെ ശത്രുക്കളെ, നാടിന്റെ ശത്രുക്കളെ, രാജ്യത്തിന്റെ ശത്രുക്കളെ നാം ആട്ടി ഓടിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, അല്ല ലോക രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഫാസിസവും നാസിസവും സാമ്രാജ്യത്വവും 3 ശത്രുക്കളെ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാത്തിനെയും തൂത്തെറിയുന്ന ഒരു വലിയ പ്രതീകമായി ശൈത്താനിയത്തിനോടുള്ള പടപൊരുതലായി നമ്മുടെ പെരുന്നാളുകൾ മാറണം. അതുപോലെ നമ്മൾ ബലിയർപ്പണം നടത്തുന്നതിലൂടെ മൃഗീയത പോകുന്നു എന്ന് പറയുന്നു. നമുക്കറിയാം, ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് അമ്മയോ ഉമ്മയോ സഹോദരിയോ പെങ്ങളോ വാപ്പയോ മക്കളോ അങ്ങനെ ഒരു ബന്ധമില്ല. കാണുന്നിടത്തു വെച്ച് കാണുന്ന രീതികളെ ഭോഗിക്കാനും തിന്നുവാനും മെനക്കെടുന്ന ഒരു ജീവി, അതിന് വിവേകം കൊടുത്തിട്ടില്ല. ഇന്ന് മനുഷ്യൻ ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, ഉലൈക കൽ അൻആമി ബൽ ഹും അളൽ. മൃഗ തുല്യരായി അല്ല, മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചു എന്ന് മനുഷ്യനെ അള്ളാഹു പരിചയപ്പെടുത്തുമ്പോൾ, ഒരു ഭാഗത്ത് അള്ളാഹു തആല മനുഷ്യനെ മൃഗതുല്യരായി അല്ല, മൃഗത്തെക്കാൾ അധപ്പതിച്ചവരെന്ന് പരിചയപ്പെടുത്തുമ്പോൾ അള്ളാഹു തആല വേറൊരു ഭാഗത്ത് പരിചയപ്പെടുത്തിയത് വൽആദിയാതി ലബ്ഹൻ ഫൽമൂരിയാതി ഖദ്ഹൻ ഫൽമുഗീറാതി സുബ്ഹൻ ഫഅഥർന ബിഹി നഖഅൻ ഫവസതുന ബിഹി ജംആ. അള്ളാഹു പറഞ്ഞത്, പ്രഭാതമാകുമ്പോൾ പൊടിപടലങ്ങൾ പാറിപ്പിച്ചുകൊണ്ട് പടർക്കളത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന പടക്കുതിരയെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന റബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ നാഥനോട് നന്ദികേട് കാണിക്കുന്നവനാണ്. എന്തുകൊണ്ട് പടക്കുതിരയ്ക്ക് വെള്ളം കൊടുക്കാതെ, തീറ്റ കൊടുക്കാതെ യജമാനൻ ആഴ്ചകളോളം പട്ടിണിക്കിട്ട് ഒരു സുപ്രഭാതത്തിൽ മലയിലേക്ക് ചൂണ്ടിക്കിട്ട് ചാടിക്കയറാൻ പറഞ്ഞാൽ ഒരു വൈമനസ്യമില്ലാതെ ആ മൃഗം പാഞ്ഞു പോകുമെങ്കിൽ മനുഷ്യൻ അവന് കിട്ടുമ്പോൾ മാത്രം നന്ദി കാണിക്കുന്നവനായി, കിട്ടാതിരിക്കുമ്പോൾ നന്ദികേട് കാണിക്കുന്ന മൃഗതുല്യനായി, മൃഗത്തെക്കാൾ അധപ്പതിച്ചവനായി മാറുന്നൊരവസ്ഥ. ആ മൃഗീയത നമ്മുടെ ശരീരത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം. ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസി തൊട്ടാൽ 7 വെള്ളം കഴുകണം, എന്നാൽ അതിൽ 1 വെള്ളം മണ്ണ് കലർത്തി കഴുകണമെന്ന് പഠിപ്പിച്ച നായ, ഐനുൻ നജസായ നായ, ആ നായ അസ്ഹാബുൽ കഹ്ഫിന് ഖത്മീർ എന്ന നായ സഹായിയായി മാറുന്നു. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് മൂല്യമുണ്ടാകണം. മൃഗീയതയെ മാറ്റിവെച്ചുകൊണ്ട് മാനുഷികമായ മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മൃഗീയതയിൽ നിന്നും, ശൈത്താനിയത്തിൽ നിന്നും, നഫ്സാനിയത്തിൽ നിന്നും ശുദ്ധീകരിച്ച്
ഒരു നല്ല മുസ്ലിമായി, ഒരു നല്ല മുഅ്മിനായി, ഒരു നല്ല മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. അങ്ങനെ ഒരു പെരുന്നാളായി നമ്മുടെ പെരുന്നാൾ മാറട്ടെ. അള്ളാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാനുള്ള, നമ്മുടെ സമയവും സമ്പത്തും നമ്മുടെ സർവ്വതും സമർപ്പിക്കാനുള്ള ഒരു പെരുന്നാളായി നമുക്കിതിനെ മാറ്റിയെടുക്കണം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടപ്പെടുത്തപ്പെടുന്നവരുണ്ട്, നിരപരാധികൾ, ജയിലറകളിൽ കഴിയുന്ന അബ്ദുൽ നാസർ മഅദരി ഉസ്താദ് അടക്കമുള്ള നിരപരാധികൾ, ആ നിരപരാധികളുടെ മോചനത്തിനു വേണ്ടി, അതുപോലെ ആശുപത്രികളിൽ കഴിയുന്നവർ, വീടുകളിൽ കഴിയുന്നവർ, അവർക്കൊക്കെ വേണ്ടി, അവരുടെ രോഗശമനത്തിനു വേണ്ടി, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ പരലോക വിജയത്തിനു വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും, പട്ടിണി കിടക്കുന്നവൻ്റെ പട്ടിണി മാറ്റിയും വേദനിക്കുന്നവൻ്റെ വേദന മാറ്റിയുമൊക്കെ നല്ല നിലയിലുള്ള ഒരു പെരുന്നാളായി നമ്മുടെ പെരുന്നാളിനെ മാറ്റണം. സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്ക് തിരിച്ചു വന്ന്, അഥവാ ബക്കറയിൽ തുടങ്ങുന്ന അധ്യായം സൂറത്തുൽ ബക്കറ, ആ മൃഗീയതയിൽ നിന്ന് അവസാനം സൂറത്തുൻ നാസ് മനുഷ്യത്വത്തിലേക്ക് മടങ്ങിപ്പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി എല്ലാവരും ദുആരക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ ഒന്നുകൂടി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.